ഇങ്ങനല്ലേ ചെയ്യുന്നത്? ഇത് മരിക്കണം. ഞാൻ പോലീസുകാരുടെ പേര് പറയുന്നതാണ് ഇപ്പൊ ഇരിക്കുന്ന ഈ SI-യുടെയും കാരണമുള്ള ശരിയാണെന്ന് പറയുന്ന പോലീസുകാരന്റെ പേര് പറഞ്ഞിട്ട് ആയിരിക്കും എത്തിക്കാൻ പോകുന്നത്. ആ CA നല്ല മനുഷ്യനാണ്. ഈ പോലീസുകാരനാണ്, ഈ SI-യാണ് ഇപ്പം ഇത്രയും നമ്മളിത്ര കാണിച്ചു വെച്ചിട്ടുള്ളത്. അടിപിടി കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി സ്റ്റേഷനിലെ സെല്ലിന്റെ വാതിലിൽ സ്വയം തലയിടിച്ച് പരിക്കേൽപ്പിച്ചു. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പുനലൂർ കാര്യറ സ്വദേശിയായ കരിമാടി എന്ന് വിളിക്കുന്ന നിസാറുദ്ദീനാണ് പുനലൂർ പോലീസ് സ്റ്റേഷനിലെ സെല്ലിന്റെ വാതിലിൽ സ്വയം തലകൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചത്. പുനലൂർ കാര്യറ സ്വദേശികളായ ഷാഹുൽ ഹമീദ്, റഫീഖ് എന്നിവരെ ആക്രമിച്ച് 18,000 രൂപ കവർന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് നിസാറുദ്ദീനെ ശനിയാഴ്ച വൈകിട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 6-ാം തീയതി വൈകിട്ട് 5:30 ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചൂണ്ടവള തൈക്കാവ് പള്ളിക്ക് കഞ്ഞി മേടിക്കാൻ, എൻ്റെ വീട്ടാവശ്യത്തിന് കഞ്ഞി മേടിക്കാൻ പോയപ്പോൾ നിസാർ എന്ന് പറയുന്ന കരിമാടി ഒരു സ്കൂട്ടറിൽ വന്ന് എന്നെ ഇടിച്ച് കൊല്ലാനുള്ള ശ്രമമായിട്ട് വന്ന്, അങ്ങനെ ഞാൻ മറിഞ്ഞ് വീണ്. അത് കഴിഞ്ഞ് എൻ്റെ ഷർട്ടിലൊക്കെ പിടിച്ച് തൂക്കി നിർത്തിയിട്ട് എൻ്റെ അടിവയറ്റിനും ഇടത്തെ സൈഡ് പെടലിക്ക് അടിക്കുകയും ചെയ്ത് എൻ്റെ കയ്യിലിരുന്ന 18,500 രൂപ അദ്ദേഹം അപഹരിച്ചു. ഇത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റി വിട്ട്. ഇതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ INTUC കൺവീനറാണ്, അദ്ദേഹം CIT-യിലെ തൊഴിലാളിയാണ്. CIT-യിലെ തൊഴിലാളിയെ അവരുടെ പാർട്ടിക്കാർ സസ്പെൻഡ് ചെയ്തതിന് ഞാനാ സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊല്ലാനെ കൊണ്ട് നടക്കുന്നത്. ഇതിനുള്ള വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് നടന്നൊരു കക്ഷി, ആ കക്ഷി വെറുതെ നിന്നൊരു കക്ഷിയെ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ അദ്ദേഹത്തിനെ ഇടിച്ച് ഞങ്ങളെ തലേന്നും പിറ്റേന്നുമാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്. എൻ്റെ കൂടെ ബാക്കി തൊഴിലാളികളും ഉണ്ട്. ഒരു ബാക്കി പറയും, എൻ്റെ ആൾക്കാർ ബാക്കി നിൽപ്പുണ്ട്, അവർ പറയും. എൻ്റെ കൈക്ക് പൊട്ടലുണ്ട്. 5-ാം തീയതി വൈകിട്ട് 4:30 ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ഗുരുമനത്തെ സമീപം നിൽക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടറിനകത്ത് വന്നിട്ട് ഒരു ആദ്യം ചാടി എന്നെ ഇടിക്കുകയായിരുന്നു. ഇടിച്ചിട്ട് തള്ളിയിട്ട് കാശ് പെട്രോൾ എടുത്ത് കത്തിക്കാൻ ശ്രമിച്ചു, എന്നെ കൊന്നുകളയാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഞാൻ ജീവരക്ഷ വേണ്ടി ഞാൻ ഓടി മാറി വണ്ടി എടുത്ത് പോവുകയായിരുന്നു. നിരന്തരം ഇങ്ങനെ ശല്യമുണ്ട്. ഇദ്ദേഹത്തെ യൂണിയനിൽ നിന്ന് പുറത്താക്കിയത് ഞാനാ എന്ന രീതിയിലാണ് ഇദ്ദേഹം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ബാക്കി തൊഴിലാളികളെ ഓരോയിടങ്ങളിൽ കാണുമ്പോൾ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2 ദിവസം കൊണ്ട് നിരന്തരം അക്രമമായതിൻ്റെ പേരിലാണ് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തത്. അങ്ങനെ ഇദ്ദേഹത്തെ പിടികൂടി കൊണ്ടുപോയതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് സ്റ്റേഷൻ സെല്ലിൽ പാർപ്പിച്ചിരുന്ന നിസാറുദ്ദീൻ അക്രമാസക്തനാവുകയും സ്വയം തല സെല്ലിന്റെ വാതിൽ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നെറ്റിയുടെ മുകൾ ഭാഗത്ത് പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ പുനലൂർ പോലീസിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. ആശുപത്രിയിലും ഇയാൾ പോലീസിനു നേരെ ഭീഷണി മുഴക്കുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നിസാറുദ്ദീനെ ശാന്തനാക്കിയ പോലീസ് ഇയാളെ തിരികെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും നിസാറുദ്ദീൻ കാപ്പ വകുപ്പിൽ ഉൾപ്പെട്ട ആളാണെന്നും പുനലൂർ പോലീസ് പറയുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.